ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പുതിയ തരം റൈസാണ്. കാബിരി റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതെനിക്ക് കിട്ടിയത് ഫതുവാസ് കിച്ചണിൽ നിന്നാണ്. അവരുണ്ടാക്കിയ അത്രയും നന്നായിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന കാബിരി റൈസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കിലോ ബസ്മതി റൈസും 2 കിലോ ബീഫും ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ബീഫ് കഴുകി വൃത്തിയാക്കിയതാണ്. അരി നമുക്ക് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. പിന്നെ വേണ്ടത് 4 വലിയ ഉള്ളിയാണ്. ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഉള്ളിയാണ്. പിന്നെ 2 തക്കാളിയുടെ പേസ്റ്റ് മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് 3 വലിയ ഉള്ളി, ഇത് മസാലയിലേക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, പുതിനയില, ഓയില്, മുസമ്പിയുടെ നീര്, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാരറ്റ്, കറിവേപ്പില, കുറച്ച് മുസമ്പിയുടെ തൊലി. പിന്നെ മസാലയിലേക്കുള്ള ആവശ്യത്തിന് ഇത് ബീഫ് വേവിച്ചെടുക്കുന്നതിലേക്കാണ്. ബീഫ് വേവിച്ചെടുക്കുന്നതിലേക്ക് 1 സ്പൂൺ കബ്സ മസാല, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, 1/2 സ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക്, പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, 2 പട്ട, പൂവ്, ഗ്രാമ്പൂ. പിന്നെ ഇത് മസാലയിലേക്ക് ആവശ്യത്തിനുള്ളതാണ്. ഇത് മീറ്റ് മസാല 1 വലിയ ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, 1/2 സ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ കബ്സ മസാലയാണ്. ഇത് 1/2 സ്പൂൺ കുരുമുളക് പൊടി. മസാലയിലേക്കും ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് വേണം. പിന്നെ ഇത് കബ്സ മസാല നിങ്ങൾക്ക് അറബിക് ഡിഷിലേക്കുള്ള ഏത് മസാല വേണമെങ്കിലും എടുക്കാം. മന്തി മസാല എടുക്കാം, കബ്സ മസാല എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കബ്സ മസാലയാണ് എടുത്തത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക. ആദ്യം നമുക്ക് ഈ മസാലകളെല്ലാം ഇട്ട് ബീഫ് വേവിച്ചെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം ബീഫിലേക്കിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അരി കുതിർക്കാൻ വെക്കാം. ഇനി ബീഫ് വേവിക്കാം. മസാലകളെല്ലാം ബീഫിലേക്കിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കുക. അത്യാവശ്യം വെന്ത് കിട്ടണം ബീഫ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് വേവിച്ചെടുക്കാം. ബീഫ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കണം. ഞാനത് നേരത്തെ പറയാൻ മറന്നു പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ക്യാരറ്റും കറിവേപ്പിലയും നമുക്ക് വേറെ വേറെ പൊരിച്ചെടുക്കാം. പാത്രം ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായി വഴന്ന് വരട്ടെ. ഇപ്പോൾ ഞാനിവിടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതും ഇതുപോലെ ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം ഇറച്ചിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇത് ഓവറായി വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് കോരി മാറ്റി വെക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ച എണ്ണ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നു, അത്ര നമുക്ക് വേണ്ട. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഗാർലിക്കും 2 ടേബിൾ സ്പൂൺ ജിഞ്ചറും ആണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. 2 കിലോ ബീഫിലേക്കുള്ളതാണ്.
നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി മിക്സായി വരട്ടെ. അതുവരെ ഇത് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബീഫ് വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും മസാലകളും ചേർക്കാം. ഇതൊന്ന് വെള്ളം വറ്റി വരട്ടെ തക്കാളി പേസ്റ്റിലുള്ള. എന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർക്കാം. മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് ചേർക്കാം. ഇത് നന്നായി മിക്സായാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് അതിലുള്ള വെള്ളത്തോടു കൂടി വേണം ചേർക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സായി വരട്ടെ. കുറച്ച് സമയം അടച്ചിട്ട് വേവിക്കാം. നന്നായി മിക്സ് ചെയ്ത് വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതി എടുത്ത് പൊടിച്ചിട്ട് കൊടുക്കാം. ഉള്ളി മാത്രം ഇട്ടാൽ മതി. ഇതൊന്നിങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബീഫിന്. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം മല്ലിയിലയും ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കാം. കൂടെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അവസാനം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ നീര് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി ദമ്മിടുമ്പോൾ ആവശ്യമുണ്ട്. ഓറഞ്ചിൻ്റെ നീര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മധുരമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചോറ് വേവിച്ചെടുക്കാം. അവസാനം ഇതിലേക്ക് ഒരു സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ഇടാൻ മറന്നുപോയി. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ചോറ് വേവിക്കാനുള്ള പണി നോക്കാം. അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ചു വെക്കാം. ചോറ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ, പട്ട, പൂവ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത് ഇനി അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നതിന് ശേഷം തിളപ്പിച്ച് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. കുറച്ച് മുന്നിട്ട് നിന്നോട്ടെ, കാരണം ഇത് വെള്ളം ഒഴിവാക്കി എടുക്കാനുള്ളതല്ലേ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാനുണ്ട്.
ഇനി ഇത് ഇവിടെ കിടന്ന് വേവട്ടെ, അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മുറിഞ്ഞു പോരണം. ഈ രീതിയിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ഊറ്റിയെടുത്ത് വരാം. ദമ്മിടാൻ വേണ്ടി ഞാൻ ബീഫിനെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചോറ് ദമ്മിടാം. കുറേശ്ശെ ചോറ് ലെയറാക്കി ഇട്ട് കൊടുത്ത ശേഷം ദമ്മിടുമ്പോൾ ഇതിൽ വേവിക്കുമ്പോൾ ചേർത്തിരുന്ന ഓറഞ്ചിൻ്റെ തൊലി എടുത്തു മാറ്റണം. ഇനി ഒരു ലെയർ ഇങ്ങനെ ചോറിട്ട ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാരറ്റും എല്ലാം ചേർത്ത് കൊടുക്കുക. പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ക്യാരറ്റും കറിവേപ്പിലയും ചേർന്ന് കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ കുറച്ച് കബ്സ മസാലയും. കബ്സ മസാല വളരെ കുറച്ച് മതി, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ എല്ലാ ലെയറും ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ നീര് കുറച്ച് അവിടെ ഉറ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ചോറ് തീരുന്നത് വരെ എല്ലാ ലെയറും ഇങ്ങനെ ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതിൽ അവസാനത്തെ ലെയറും ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇതിൽ തീരെ ചോറിൽ ഓയിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ചേർക്കാം. ഈ ഓയിൽ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യും ചേർക്കാം. ഞാൻ മൈദ ഒന്നും ഉപയോഗിച്ച് ദമ്മിടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കുന്നേ ഉള്ളൂ. ഇനി കുറച്ച് നെയ്യും ചേർത്ത് ഒരു 10 മിനിറ്റ് സിമ്മിൽ, 10 മിനിറ്റ് ഒന്നും വേണ്ട, എല്ലാം ഓൾറെഡി കുക്കഡാണ്. ഇനി നന്നായി അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അവസാനം ഇതിലേക്ക് ഞാൻ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ചോറിന് ടേസ്റ്റൊന്നുമില്ല, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. പച്ചയും ചുവപ്പും. ഇത് വിളമ്പിയെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ മഞ്ഞ അടിയിലെ മസാല എടുക്കുമ്പോൾ മഞ്ഞളിൻ്റെ കളറും വരും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇത് നമുക്ക് നന്നായി അടച്ചിട്ട് ദം ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളി കാബിരി റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ അറിയിക്കണം. ഇനി ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. അങ്ങനെ നല്ല അടിപൊളി കാബിരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പേര് പോലെ തന്നെ വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി ഇതുപോലെ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പുതിയ തരം റൈസാണ്. കാബിരി റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതെനിക്ക് കിട്ടിയത് ഫതുവാസ് കിച്ചണിൽ നിന്നാണ്. അവരുണ്ടാക്കിയ അത്രയും നന്നായിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന കാബിരി റൈസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.